പട്ടാളത്തിൻ്റെ ഭാഗമായി 2006 വരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയും അത് കഴിഞ്ഞ് നാഷണൽ എക്സ് സർവീസ്മാൻ കോർഡിനേഷൻ കമ്മിറ്റി എന്നൊരു സംഘടന, വിരമിച്ച പട്ടാളക്കാരുടെ സംഘടനയുടെ ദേശീയ വൈസ് ചെയർമാനുമാണ്. എപ്പോഴും ഇന്നും പട്ടാളത്തിൻ്റെ കൂടെ വളരെ യോജിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ ഇതിൽ വളരെ പ്രൗഡാണ്. കാര്യം പണ്ടുണ്ടായിരുന്ന ഡിഫൻസും നമ്മളുണ്ടായിരുന്ന സമയത്തുള്ള ഒരു സ്ട്രാറ്റജിയും ഇന്നത്തെ സ്ട്രാറ്റജിയും ഒക്കെ കാണുമ്പോൾ വളരെ അഭിമാനപൂർവമാണ് നമ്മളതിനെ കാണാൻ കഴിയുന്നത്. നമ്മളുടെ വനിതകൾ, ഇന്ത്യൻ വനിതകൾ പോലും കോമ്പാക്ട് റോളിൽ വളരെ പ്രൂവൺ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി കൊടുക്കും. അതാണ് ഏറ്റവും ഡിഫൻസ് ഈസ് മെയിൻലി. നമ്മുടെ ഡിഫൻസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് മൊറൈൽ ഓഫ് ദ ഡിഫൻസിൽ ഉള്ള ആൾക്കാരുടെ മൊറൈൽ അത് വളരെ വളരെ നമുക്ക് ഇമാജിൻ ചെയ്യുന്നേക്കാളും ബെറ്റർ ലെവൽസിൽ എത്തിയിട്ടുണ്ട്. പണ്ട് പട്ടാളത്തിൽ പോകുന്ന ആൾക്കാർ നാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പട്ടാളത്തിൽ പോകാൻ ദ പെർഫെക്റ്റ് ഫ്രം ദ ലോട്ട് ഓഫ് പീപ്പിൾ സെലക്റ്റീവ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മുടെ പട്ടാളത്തിൻ്റെ ഏജ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അഗ്നിവീർ എന്നുള്ളൊരു സ്കീം വളരെ ചിന്തിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫൻസ് എക്സ്പോർട്സിനെ പറ്റിയൊക്കെ എൻ്റെ മുന്നിൽ സംസാരിച്ച സാർമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല, മറ്റുള്ള വിഷയങ്ങൾ സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഡിഫൻസ് നമ്മളൊരു ടോട്ടലി നമ്മൾ ഇമ്പോർട്ട് ബേസ് ഡിപ്പെൻഡഡ് ആയിരുന്നു. നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന യുദ്ധോപകരണങ്ങൾ വെച്ചിട്ടായിരുന്നു നമ്മൾ നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഈ വേറൊരാളുടെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി പൊരുതുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ഇത് തന്നെ ഉണ്ട്. കാര്യം ഒരു റഷ്യൻ വെപ്പൺ വെച്ചിട്ടോ റഷ്യൻ എയർക്രാഫ്റ്റ് വെച്ചിട്ടോ ബട്ട് വി വെയർ ഡിപ്പെൻഡന്റ്. ആ ഒരു സ്ട്രാറ്റജി മാറ്റി സ്വദേശീവൽക്കരണം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. ആ ഒരു ഫാക്ടർ ഈ 11 വർഷം കൊണ്ട് വളരെ എസ്റ്റാബ്ലിഷ് ആയി. കാര്യം ഇൻഡിജനൈസേഷൻ എന്നാണ് മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്ട്സിൽ ഇന്നിപ്പം നമ്മളുടെ ആയുധങ്ങൾ കയറ്റി അയക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ പ്രതിരോധ സേനയിലുള്ള ഓരോ ജവാന്മാരുടെയും പെർഫോമൻസ് ആണ്, അവരുടെ പെർഫോമൻസ് ആണ്, അവരുടെ പെർഫെക്ഷൻസ് ആണ് നമ്മളുടെ ആയുധങ്ങൾക്ക് ഈ ലോക രാജ്യം പോലും. നമ്മളിപ്പം ഗ്ലോബലി നോക്കുവാണെങ്കിൽ 25ാമത്തെ ടോപ്പ് 25 ഇന്ത്യൻ ഡിഫൻസ് എക്സ്പോർട്സ്. സോ നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയ പല സാധനങ്ങൾക്കും വളരെ വളരെ പ്രൂവൺ ആയിട്ടുള്ള പ്രിസിഷൻസ് ആയിട്ടുള്ള വളരെ കാര്യമായിട്ടുള്ള ഉപയോഗം അതിനകത്ത് ഉണ്ടായതുകൊണ്ട് അത് പ്രൂവ് ചെയ്തുകൊണ്ടാണ് ഡിഫൻസ് എക്സ്പോർട്സ് കൂടാൻ സാധിച്ചത്. അതുപോലെ നമ്മുടെ സ്ട്രാറ്റജി, നമ്മളിപ്പം ഡിഫൻസിൽ ഒരു പ്രൈവറ്റൈസേഷൻ ആരും ചിന്തിച്ച കാര്യമാണ്. പക്ഷേ ഇറ്റ് ഹാസ് ബിക്കം എ സ്ട്രാറ്റജി നൗ, എക്സ്പോഷർ ഫോർ ദ പ്രൈവറ്റ് പ്ലെയേഴ്സ് ടു മേക്ക് ദ ഡിഫൻസ് പ്രൊഡക്ട്സ്. അതിനുള്ള ഇപ്പം UP-യിലും ചെന്നൈയിലുമൊക്കെ ഡിഫൻസ് കൊറിഡോർ ആയി. വളരെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, എനിക്ക് വളരെ പ്രൗഡാണ്. കാര്യം നമ്മുടെ പ്രധാനമന്ത്രി ആക്ച്വലി ഹി ടുക്ക് ദ കമാൻഡ് ഈവൻ ഐ ഫീൽ. കാര്യം എല്ലാ ആഘോഷങ്ങളിലും പട്ടാളക്കാരുടെ കൂടെ ആഘോഷിക്കുക. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ എപ്പോഴും ഒരു ചലഞ്ചീവായിട്ട് നടക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഡിഫൻസ് ഉള്ള ഒരു നേതൃത്വത്തിനെ അങ്ങനെ നടക്കാൻ പറ്റും. ഈ പ്രധാനമന്ത്രിയുടെ ആ മൂവ്മെന്റ്സ് ആൻഡ് ആക്ഷൻ ഇറ്റ്സെൽഫ് ഇറ്റ്സ് എ മൊറാൽ ഫോർ എവരി ഇന്ത്യൻ ഡിഫൻസ് പീപ്പിൾ എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ആ ഒരു വികാരം എന്നിൽ തോന്നാറുണ്ട്. കാര്യം വളരെ ബോൾഡായിട്ട് ഒരു ആക്ഷൻ ഉള്ള ഒരു പ്രധാനമന്ത്രിയാണ്. വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ പുള്ളിയുടെ എക്സിബിഷൻ ഓഫ് ദാറ്റ് പവർ ഇറ്റ് ഈസ് വെരി എവിഡന്റ്. സോ നമ്മുടെ രാജ്യത്തെ ഡിഫൻസിന്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള വളരെ കമാൻഡ്ഫുള്ളി ആയിട്ടുള്ള ഒരു ഇതാണ്. നേരത്തെ സാറ് പറഞ്ഞതിന്റെ, ബ്രിഗേഡിയർ സാറ് പറഞ്ഞതിന്റെ ഇടയ്ക്ക് നേരത്തെ ഒരു കോർഡിനേഷൻസിന്റെ കുറവ് ഉണ്ടായിരുന്നു എന്ന് കാർഗിൽ സമയത്തൊക്കെ മനസ്സിലാക്കി അത് തിരുത്തി ഒരു ഡിഫൻസ് കോർഡിനേഷൻ വളരെ കാര്യമായിട്ട് നടക്കുകയും അതിന്റെ ആ ഒരു സ്ട്രാറ്റജിയുടെയാണ് റിസൾട്ട്സ് ഇപ്പൊ നമ്മൾ കാണുന്നത്. കാര്യം ഇൻ എ കമാൻഡ് ദ ടോട്ടൽ ഡിഫൻസ് ഈസ് ബീൻ യൂട്ടിലൈസ്ഡ്. ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണകർത്താക്കൾക്ക് നമ്മളുടെ ഡിഫൻസിന്റെ മേലിൽ ഒരു വലിയ വിശ്വാസം വന്നു. സിന്ധുവിന്റെ സമയത്ത് ഡിഫൻസ് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയുടെ ഡിഫൻസിന്റെ അടുത്ത് പറയാണ് യു ടേക്ക് ദ കോൾ, യു ഡു ഇറ്റ് എന്ന് പറയാൻ ഒരു ധൈര്യം കാണിച്ച ഒരു ഭരണാധികാരി. അത് ധൈര്യം കാണിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡിഫൻസിന്റെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള
ഒരു മൊറയിലാണ്. കാര്യം ഡിഫൻസിന് ആ ഒരു മൊറയിൽ. ഇനി ഇന്റേണൽ കാര്യം പറഞ്ഞു, ഇന്റേണൽ ഡിഫൻസ് സ്ട്രാറ്റജീസിൽ പോലും പണ്ട് പ്രവർത്തിച്ചതിനേക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ട് ഇന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഡേ ബൈ ഡേ വി ഹാവ് ടു ഇംപ്രൂവ് ആൻഡ് വി ആർ ഇംപ്രൂവിങ് ഇൻ എവറി ലെവൽ. ബഡ്ജറ്റും കൂടുന്നുണ്ട്, പക്ഷേ ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ നമ്മൾ ടോപ്പ് 3 ആണ് ഗ്ലോബിൽ. ബട്ട് സ്റ്റിൽ വി ഷുഡ് ബി വെരി പ്രൗഡ് ദാറ്റ് we are almost number 1 in the defense and the scenarios where in the strategical side of the globe is seeing us. They are regarding us very well, like because of the defense. I pray that I salute each and every defense men who is walking down. നമ്മുടെ ഇന്ത്യൻ യൂണിഫോംസിൽ വർക്ക് ചെയ്യുന്ന ഓരോ ഡിഫൻസുകാരൻ്റെയും പ്രവൃത്തിയിലുള്ള അല്ലെങ്കിൽ മൊറയിലുള്ള ആ ശക്തിയിലുള്ള ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു റിസൾട്ടാണ് അത്. ഗവൺമെന്റ് തീർച്ചയായിട്ടും അതിന് അനുകൂലമായി പ്രവർത്തിക്കുകയും OROP ഒരിക്കലും അതിനെ പറ്റിയിട്ടൊക്കെ പല വർഷങ്ങളായിട്ട് ചർച്ച നേരുന്ന ഒരു കാര്യം OROP നടപ്പിലാക്കി സ്മൂത്തായിട്ട് കൊണ്ടുവന്നു. കുറ്റങ്ങൾ ഉള്ളത് കേൾക്കാനുള്ള അതിനുള്ള പ്ലാറ്റ്ഫോംസ് തരുന്നുണ്ട്, അതിനെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഡിഫൻസിലുള്ള ഓരോ കാര്യങ്ങളും വളരെ പ്രിസിഷൻ ആയിട്ട് മോണിറ്റർ ചെയ്യും. ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന രീതിയിൽ, ഡിഫൻസിന് വേണ്ടുന്ന രീതിയിലുള്ള, ഇപ്പം നമ്മൾ ഡിഫൻസ് ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം ഈ പ്രാവശ്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, ഇന്നോവേറ്റീവ് R&D, ഇതിനൊക്കെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. നോട്ട് ഫോർ എക്സ്പെൻഡിച്ചേഴ്സിലല്ല. വി ആർ സ്പെൻഡിങ് ഓൺ ദ റൈറ്റ് പാത്ത്. വി ആർ ഗോയിങ് ഇൻ ദ റൈറ്റ് ട്രാക്ക്. അവർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഈസ് വെരി മാച്ച്ഡ് വിത്ത് ദ റിക്വയർമെന്റ് ഓഫ് ദ കൺട്രി. And what I assess as a retired soldier in the last 11 years is strategically going because of the commands. And ഞാൻ ഇപ്പൊ ഈ അവസരത്തിൽ സത്യത്തിൽ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന പരീക്കർ സാറിനെ വളരെ നല്ലൊരു ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു. ഹി വാസ് മച്ച് ഇൻവോൾവ് ഡ്യൂറിങ് ഹിസ് ടൈം. ഹി ഹാസ് മെയ്ഡ് മച്ച് ഓഫ് എന്താ പറഞ്ഞ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പല പോളിസീസും. അതുപോലെ പോളിസികളുടെ മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ ആത്മനിർഭർ ഭാരതിന് വേണ്ടുന്ന പോളിസീസ് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഇപ്പോഴും പലതും തുടരുന്ന പല ബ്രിട്ടീഷേഴ്സിന്റെ ഒരു കൊളോണിയൽ സിസ്റ്റം മാറ്റി നടക്കുന്നത്. 11 വർഷം എന്തായാലും റിവ്യൂ എന്നുള്ള കാര്യത്തിൽ വളരെ അഭിമാനത്തോടെ വളരെ സല്യൂട്ട് ചെയ്യാൻ ഉള്ള ഒരു ലെവലിലാണ് നമ്മൾക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉത്തർപ്രദേശിലെ ഈ പ്രതിരോധ ഇടനാഴിയെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മേഖല ഒരു ദരിദ്ര മേഖലയായിരുന്നു. ഇപ്പോൾ അത് വളരെ വലിയ രീതിയിൽ ശക്തിപ്പെട്ടു ഈ ഒരു തീരുമാനത്തിലൂടെ. പ്രതിരോധ സേനയിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത നമ്മുടെ പൗരന്മാർക്ക് പോലും അവസരം അതിലൂടെ ലഭിക്കുവാണ്. പ്രതിരോധത്തിന്റെ ഭാഗമാകാൻ യുവാക്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് ഈ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുക. ഇപ്പൊ സ്റ്റാർട്ടപ്പിൽ എനിക്ക് തോന്നുന്നു 350+ കമ്പനീസ് ഹാസ് കം ഇൻ ഡിഫൻസ് സ്റ്റാർട്ടപ്സ്. വളരെ യുവാക്കള് വളരെ ഇതായിട്ടാണ് ഞാൻ ഡിഫൻസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് അവരുടെ ഒരു ശക്തി അല്ലെങ്കിൽ അവരുടെ മാനസികമായിട്ടുള്ള ഒരു ഇത് കാണാൻ കഴിയുന്നുണ്ട്. ശരി.